ഭൂമിയുടെ ആദ്യ സമയത്ത് ഒരു കടലും ഒരു വൻകരയും ഒരു കരപ്രദേശം മാത്രമേ ആക്ച്വലി ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. അതായത് പാൻജിയ എന്നാണ് നമ്മളൊരു വൻകരനെ വിളിച്ചു വരുന്നത്. പിന്നീട് അത് കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ട് അത്തരത്തിൽ വെട്ടുമാറി അത്തരത്തിൽ സ്പ്ലിറ്റ് ആയി മാറി അങ്ങനെയാണ് ആക്ച്വലി ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള പല കോണ്ടിനെന്റ്സും കാര്യങ്ങൾക്കായി രൂപപ്പെട്ടുള്ളത് അല്ലെ. അതായത് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഇപ്പം നിലവിൽ ഓരോ വർഷം 1-2 സെന്റിമീറ്റർ ആണ് മൂവ് ചെയ്യുന്നത്. എന്നാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അത്തരത്തിൽ വളരെ വലിയ വേറെ എവിടെയെങ്കിലൊക്കെ എത്തുന്നതാണ് പറയപ്പെടുന്നത്. അതായത് നിലവിൽ നമുക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആക്ച്വലി വളരെ വലിയ വലിയ ഇത്തരത്തിലെ ഭൂമിക്കടിലെ വിണ്ട് കീറലുകളും ഇത്തരത്തിലെ വളരെ വലിയ വലിയ കീറലുകളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല ഫോട്ടോസൊക്കെ. സോ ഇതൊക്കെ കണ്ടുകൊണ്ട് ആക്ച്വലി ഗവേഷകർക്ക് അത് അളന്നുകൊണ്ട് എത്രമാത്രം, അതായത് ഇത്ര കാലം കഴിഞ്ഞാൽ ആ ഒരു ഭാഗം എവിടെയായിരിക്കും, ഏത് പ്രദേശത്തായിരിക്കും വളരെ കൃത്യമായിട്ട്, അതായത് ആ ഒരു കോണ്ടിനെന്റ് എവിടെയായിരിക്കും ഇത്ര കാലം കഴിഞ്ഞാൽ ഗവേഷകർക്ക് വളരെ കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും കേട്ടോ. നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല കേട്ടോ. ആക്ച്വലി നമ്മൾ കേരളക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മഡഗാസ്കർക്കാർ തന്നെയായിരുന്നു കേട്ടോ. അതായത് പാൻജിയ, നമ്മൾ പാൻജിയുടെ കഥ പറഞ്ഞല്ലോ. സോ ഒരു പാൻജിന്റെ സമയത്ത് ആക്ച്വലി നമ്മളൊക്കെ മഡഗാസ്കറിന്റെ ഭാഗത്തുള്ള ആൾക്കാരായിരുന്നു. അതായത് പിന്നീട് അവിടുന്ന് വിട്ടുമാറി പിന്നീട് നമ്മളെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആയിട്ട് കൂടിച്ചേർന്ന് അത്രയുള്ള ഒരു കൂട്ടിയിടിലൂടെയാണ് ആക്ച്വലി ഇവിടെ നമ്മൾ എത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ഹൈ റേഞ്ച് പ്രദേശങ്ങളൊക്കെ, അതായത് വയനാട്, മൂന്നാർ അങ്ങനെയുള്ള ഹൈ റേഞ്ച് ഇല്ലി പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അത്തരത്തിൽ ആ ഒരു കൂട്ടിയിടിലൂടെ ഹരിയർ ഫോർട്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ ആക്ച്വലി അത്തരത്തിലാണ് രൂപപ്പെട്ടിട്ടുള്ളത്.